Meet the editors. ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമോ എന്നതാണ് ചോദ്യം. സുജയ, എന്താണ് തോന്നുന്നത്? ഈ ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി അത് ഭഗവദ്ധ്വജമായിരുന്നു. അതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. അതപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി അത് ഭഗവദ്ധ്വജമാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത് RSSന്റെ ചിഹ്നമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് RSSന്റെ ചിഹ്നമല്ല എന്ന് സ്ഥാപിക്കാനല്ല ഞാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് പറയാം. അതായത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ വിഷയത്തിൽ പറഞ്ഞതിനേക്കാളും ഹൈലൈറ്റഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മന്ത്രി P. പ്രസാദ് പറഞ്ഞത്, അതിന് V. ശിവൻകുട്ടി എന്ന് നൽകുന്ന മറുപടി, ഇതൊക്കെയാണ് വലിയ രീതിയിൽ കൊടുക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് അടക്കം ആ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചതിന്റെ പുറത്തേക്ക് വന്നതാണ്. അത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയോ അല്ലെങ്കിൽ തലക്കെട്ടാവുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. ആ ചിത്രം രാജ്ഭവനിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ആ ചിത്രം അവിടെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതവിടെ വെച്ചുകൊണ്ട് പരിപാടികൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ അവിടേക്ക് വരേണ്ട. ക്ലിയറാണ്, തീരുമാനമാണ്. ആ തീരുമാനമെടുക്കാൻ രാജ്ഭവന്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഗവർണർക്ക് അധികാരമുണ്ട്. അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഭരണഘടനാ വിദഗ്ധരായ അഭിഭാഷകരോടക്കം നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. രാജ്ഭവനിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണം, രാജ്ഭവനിലെ പരിപാടികളുടെ കാര്യക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പരിപാടിയിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാം ആ വിവേചനാധികാരം രാജ്ഭവനാണ്. അല്ലാതെ പിണറായി സർക്കാരിനോ മന്ത്രി V. ശിവൻകുട്ടിക്കോ മന്ത്രി P. പ്രസാദിനോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോ ഇപ്പോൾ പരാതി കൊടുത്ത P. സന്തോഷ് കുമാർ എന്ന MP-ക്കോ അല്ല. അതുകൊണ്ട് ഈ പരാതിയുമായി രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മാതൃഭൂമിയെ, എൻ്റെ രാജ്യത്തെ മാറ്റാൻ കഴിയില്ല എന്നതാണ് ഗവർണറുടെ തീരുമാനം. അത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെയും ഇത് ഭരണഘടനാ ലംഘനമാണോ എന്ന് ചോദിക്കുന്നതിൽ അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢലക്ഷ്യമാണുള്ളത്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ചിലരുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു RSSകാരനാണ്. RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് കേരളത്തിന്റെ ഗവർണറായിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ചിത്രം അവിടെ വെക്കണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ച കാര്യമാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾക്ക് ഇടപെടാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെ തയ്യാറായി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വസ്തുതകൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടെ രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഗവർണർ നിർവഹിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ, ആ ചിത്രങ്ങൾ അതെല്ലാം പുറത്തേക്ക് വിട്ടത് രാജ്ഭവനാണ്. ഒളിഞ്ഞും തെളിഞ്ഞും എവിടേക്കും പോവുകയല്ല ഗവർണർ ചെയ്തത്. കൃത്യമായി എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മന്ത്രി P. പ്രസാദ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയെങ്കിലും രാജ്ഭവനിൽ നിശ്ചയിച്ച പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അത് നടക്കുകയും അവിടെ കൃത്യമായി അവിടെ അത് നടന്നിട്ടുണ്ട്. രാജ്ഭവൻ നിർണ്ണയിച്ച പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടന്നിട്ടുണ്ട്. രാജ്ഭവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ രാജ്ഭവനിൽ നടക്കുക തന്നെ ചെയ്യും. അതിന് സർക്കാർ പങ്കെടുത്താലും ഇല്ലെങ്കിലും സർക്കാരിനാണ് രാജ്ഭവനെ ആവശ്യം, അല്ലാതെ രാജ്ഭവൻ അല്ല സർക്കാരിനെ ആവശ്യം. കൃത്യമായി രാജ്ഭവനിലേക്കുള്ള ഫണ്ടിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്തേ പറ്റൂ. അത് അത് ചെയ്തു കൊടുത്തേ പറ്റൂ. അല്ല, നിങ്ങളുടെ അസഹിഷ്ണുത അവിടെ നിൽക്കട്ടെ. അസഹിഷ്ണുതയൊക്കെ അതിനുള്ള സമയം ഞാൻ തരാം. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ശരി, അപ്പോൾ ഈ അസഹിഷ്ണുത എന്തിനാണ് മാഡം? ഞാനൊരു 4 വാചകം പറയുമ്പോഴേ ഇതാണ് വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ മനസ്സിലുള്ള രാജ്യവിരോധത്തിന്റെ പതാക കയ്യിൽ പിടിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിബേറ്റിന്റെ ശൈലി. എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കാൻ സമയമാണ്. എനിക്കുള്ള ആരോപണമാണ്. നിങ്ങളുടെ സമയത്ത് തർക്കിച്ചോളൂ. ഒറ്റ കാര്യം, ഭാരത മാതാവിനെ അവിടെ വെക്കുന്നതിൽ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതിൽ ഭഗവദ്ധ്വജം ഉണ്ടായി എന്നുള്ളതാണ് അതിലെ എതിർപ്പിന് ആധാരം. ഇനി പറഞ്ഞു. ഭഗവദ്ധ്വജം ആ ഭാരതമാതാവിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതേ ചിത്രം തന്നെ രാജ്ഭവനിൽ ഇരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുന്നതാണ്. അതിന് സ്മൃതി പരുത്തിക്കാട് മാഡമോ ആൻഡോ അഗസ്റ്റിൻ സാറോ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇക്കാര്യത്തിലേക്ക് വരാം. ഈ ഭാരതമാതാവിന്റെ ചിത്രം അതിൽ ഭഗവദ്ധ്വജം എന്ന ഒരു വിശകലനത്തിലേക്കാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനായിട്ടാണല്ലോ ശ്രമിക്കുന്നത്. RSS വൽക്കരിച്ചു എന്ന സ്ഥാപനത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒരു ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അതിൽ
അതിൽ ഭരണഘടനാ ലംഘനം വരികയുള്ളൂ. ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരതമാതാവ് എന്നുള്ള ആ വാക്ക്, ആ ബിംബം, ആ പ്രതീകം ഉപയോഗിച്ചു വരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം കുറച്ച് ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കാൻ അല്ല, ആർ എസ് എസിന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്നുള്ള രാജ്യവും ഉണ്ടായിരുന്നു. സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്ന രാജ്യവും ഭാരതാംബ എന്ന ബിംബവും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന കഫിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ജൽപ്പനമായി ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവിടെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരതമാതാ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതീകം വരുന്നത്. 1873 കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ ഭാരത് മാത എന്ന ബംഗാളി നാടകത്തിന്റെ ഉള്ളടക്കം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ നിൽക്കൂ. നിങ്ങൾ ഈ ഭഗവദ്വജം RSS എന്ന് കേട്ടാൽ കിടന്ന് ചാടാതെ, ഞാൻ ചാടേണ്ടി വരും. അതെ, RSS എന്ന് കേട്ടാൽ അങ്ങ് ജ്വലിക്കുകയാണ്, അങ്ങ് ചാടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് അവിടെ വലിയ രീതിയിലുള്ള നമ്മളിവിടെ എതിർപ്പ് പറഞ്ഞ ഉടനെ കഫിയെ ആരാധിക്കുന്നവർ ഇവിടെ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും അത് ആരാധിച്ചിട്ടാണ്. നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ. ഭഗവദ്വജം എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം മറുപടി ഭഗവദ്വജത്തെ ആരാധിക്കുന്നവർ RSSകാരും ഉള്ള രാജ്യം കാര്യത്തിൽ വെക്കണോ, രാജ്ഭവനിൽ വെക്കണോ, അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഇവിടെ രാജ്യത്ത് കോടതിയൊക്കെ ഉണ്ട്. ഇവിടെ ഗവർണറുടെ അധികാരത്തിൽ കൃത്യമായ നിയന്ത്രണം, ഗവർണറുടെ അധികാരത്തിൽ വരവരിക്കുകയും ചെയ്തിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഈ പറയുന്ന പറഞ്ഞോട്ടെ, പൂർത്തിയാക്കട്ടെ. ഇത്രയും ആവേശം കൊള്ളേണ്ട കാര്യമില്ല. RSSനെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഈ ജ്വാല ഇത്രയും കത്തി പടരാറുള്ളൂ എന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കൃത്യമായ ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. 1873 ഞാൻ പറഞ്ഞു വന്നത് കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാത എന്ന ബംഗാളി നാടകം, അതിലാണ് മാതൃദേവതയായിട്ടാണ്, ശ്രദ്ധിക്കണം, മാതൃദേവതയായിട്ടാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കിരൺ ചന്ദ്ര ബാനർജി എന്തായാലും RSSകാരനാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അല്ലാതെ ശരിയാവില്ല. വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടക്കില്ല. ഞാൻ പറയട്ടെ 1873 ഭാരത് മാത എന്ന പേരിൽ തന്നെയാണ് ബംഗാളി നാടകം കിരൺ ചന്ദ്ര ബാനർജി എഴുതിയത്. അതിന്റെ ഉള്ളടക്കം മാതൃദേവതാ സങ്കല്പമാണ്. അതിനുശേഷമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ വരുന്നത്. 1882. കോറസ് വേണ്ട, എനിക്ക് കോറസ് വേണ്ട. വൃത്തിയായി സംസാരിക്കാൻ എനിക്കറിയാം. മാഡത്തിന്റെ കോറസ് ആവശ്യമില്ല. എനിക്ക് വേണ്ട. എതിർപ്പാണ് പറഞ്ഞത്. കോൺഗ്രസ് ലോജിക്കും സംയുക്തമായി ആക്രമിച്ചാലും നേരിടാൻ തന്നെയാണ് ഞാൻ. അടിച്ചേൽപ്പിച്ചു പോകരുത്. നിങ്ങൾ പറയുന്നതല്ല ശരിയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവരെ തിരിച്ച് നിങ്ങൾ ഭഗവദ്വജത്തെ കുറിച്ച് പറയുമ്പോ എനിക്കും അങ്ങ് നൊന്തൂന്ന് കൂട്ടിക്കോ. ഇതാണ് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾ താങ്കൾ പറയൂ, അതിനുശേഷം ഞാൻ പറയാം. താങ്കൾക്ക് പറയാനുള്ള ഇതിനോടുള്ള എതിർപ്പുകൾ പറയൂ. അങ്ങനെയല്ല, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. എനിക്ക് പൂർത്തിയാക്കാൻ അതിനിടയിൽ കോറസ് പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ തർക്കിക്കാനായിട്ട് ഇത് ഡിബേറ്റ് അല്ല. പറയുന്നതിനിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ബാക്കി രണ്ടുപേരെയും അപമാനിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇടപെട്ടത്. ശരി, ഞാൻ ആരെയും അപമാനിക്കാൻ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളും ഞാനുമാണല്ലോ. അത് മനസ്സിലായോ?
ഞങ്ങൾ അവിടെ ശരി, നിങ്ങളും ഞാനും ആ ഒരു ദ്വന്ദ്വം ഇവിടെ സൃഷ്ടിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ ഭാഗം എന്ന് പറഞ്ഞോട്ടെ. അതെന്തായാലും ആ വാദത്തിൽ ഒരാളെ ഉള്ളെങ്കിലും അത് ആർജവത്തോടെ പറയാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ അതിൽ നിന്നാണ് ഈ ഭാരത മാതാവ് എന്ന ബിംബത്തെ ഈ ഒരു ആദ്യത്തെ വരയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് എത്തുന്നത് ഈ ആനന്ദമഠത്തിലെ ഭാരത മാതാവിന്റെ ആ ഒരു പ്രതീകത്തിലേക്കാണ്. അതിൽ സന്യാസിമാർ ചെയ്തതുപോലെ കൊളോണിയൽ നയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ആ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാൻ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും NDA ഒന്നും അല്ലല്ലോ. അന്ന് ഈ ബ്രിട്ടീഷ് കാലത്തെ ഈ കൊളോണിയൽ വൽക്കരണത്തിനെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലാസിക്കായ ഒരു നോവൽ അന്ന് വരുന്നത്, ആനന്ദമഠം. ആ ആനന്ദമഠത്തിലുള്ള കവിത ഇന്ത്യയുടെ വന്ദേ മാതരമായി മാറി. ആ വന്ദേ മാതരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ബംഗാൾ നവോത്ഥാന കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കണം, അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അതിൽ ഭാരത മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ബോങ്കോ മാത എന്ന സങ്കല്പമുണ്ട്. ആ ബോങ്കോ മാത എന്ന സങ്കല്പം വരുന്നത് എങ്ങനെയാണ്? 1905 ലോർഡ് കഴ്സൺ വൈസ്രോയി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു നയം അതെങ്ങനെയാണ് ബംഗാളിൽ ഉപയോഗിച്ചത്? ബംഗാളിന്റെ കിഴക്ക് ഭാഗം മുസ്ലിമിന്, പടിഞ്ഞാറ് ഭാഗം ഹിന്ദുവിന് എന്നാക്കി മാറ്റാൻ നോക്കിയപ്പോൾ ആ വിഭജനത്തിനെതിരെ വന്നതാണ് ബോങ്കോ മാത എന്ന സങ്കല്പം. ആ ബോങ്കോ മാത ഭിന്നിപ്പിന്റേതല്ല, നിങ്ങൾ പറയുന്നത് പോലെ RSSന്റേതാണ് ഈ ഭഗവത് ധ്വജമേന്തിയ ഭാരത് മാത എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ ബോങ്കോ മാത എന്ന ഈ ആവിർഭവിച്ച ആദ്യ രൂപത്തെ കൂടി നിങ്ങൾ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രസ്ഥാനത്തിന് രവീന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുക്കുമ്പോൾ അബനീന്ദ്രനാഥ ടാഗോർ ഈ ഒരു രൂപം ചിത്രീകരിക്കുകയാണ്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് സ്ഥാപിച്ച അബനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ദേശീയ വികാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഭാരത് മാതയുടെ ചിത്രം, ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രത്തിന്റെ പ്രത്യേകത കൂടി നോക്കൂ, ബംഗാളി ശൈലിയിലാണ്. ആ ചിത്രത്തിലെ ഭാരതാംബയുടെ വസ്ത്രത്തിന്റെ നിറം എന്താണ്? മാഡത്തെ പ്രകോപിപ്പിക്കുന്ന കാവി നിറമാണ്, ആൻഡോ സാറിനെ പ്രകോപിപ്പിക്കുന്ന കാവി നിറമാണ്. കാവി നിറം ധരിച്ച ഈ അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തിലെ ഭാരതാംബ ആ സ്ത്രീ രൂപം ധരിച്ചിരിക്കുന്നത് കാവി നിറമാണ്. കാവി നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രണൈസേഷൻ RSSന്റെ സ്ത്രീ രൂപമാണോ അല്ലെങ്കിൽ RSSന്റെ വേഷമാണോ അന്നത്തെ ഭാരതാംബയെ അബനീന്ദ്രനാഥ ടാഗോർ RSS രൂപീകരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. അന്നേ ധരിപ്പിച്ചത്. പിൽക്കാലത്ത് RSS ഉണ്ടാവുകയും RSS ഭഗവത് ധ്വജത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നത് മുൻകണ്ടുകൊണ്ട് അബനീന്ദ്രനാഥ ടാഗോർ വരച്ചതാണ് എന്ന് തോന്നിപ്പിക്കും. ഈ വാദത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവരുടെ 4 കൈകളിൽ ഒന്നിൽ പിടിച്ചിരിക്കുന്നത് രുദ്രാക്ഷമാലയാണ്. രുദ്രാക്ഷം എന്ന് പറയുന്നത് അതും ഇനി RSSമായി അസോസിയേറ്റ് ചെയ്യും. തുണിയാണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇല്ല, മാഡത്തിന്റെ അസഹിഷ്ണുതയും മാഡത്തിന്റെ അങ്ങനെയൊന്നും വേണ്ട മാഡം. എനിക്ക് ആദ്യ അവസരം തരുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞോളൂ. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പൂർത്തിയാക്കി നിർത്തുകയുള്ളൂ. പാലക്കാട് മാഡം എത്ര കാണിച്ചാലും രാഷ്ട്രീയം രാജ്യത്ത് ഭരണം കിട്ടാത്തതിന്റെ അസഹിഷ്ണുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി? 11 വർഷമായിരിക്കുന്നു. അപ്പോൾ ഈ 4 കൈകളിൽ ഒന്നിൽ രുദ്രാക്ഷമാല, അത് ശൈവമതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മറ്റൊന്നിൽ പിടിച്ചിരിക്കുന്നത് വെളുത്ത തുണിയാണ്. അത് സമാധാനത്തിന്റെ, അന്ന് ഇന്ത്യയുടെ ഭാരതത്തിന്റെ കാർഷിക വ്യവസ്ഥയുടെ നട്ടലായ പരുത്തി കൃഷിയിലൂടെ ഉണ്ടാകുന്ന സമ്പത്തിന്റെ അടക്കം പ്രതിനിധാനമായിട്ടാണ് ആ വെളുത്ത തുണി ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നത്. മൂന്നാമത്തേതിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ധനധാന്യ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യം എന്ന രീതിയിലാണ് നെൽക്കറ്റ. 4മത്തേതിൽ താളിയോലയാണ്. താളിയോലകൾ അത് ഹിന്ദു പുരാണങ്ങളുമായി, ഐതിഹ്യങ്ങളുമായി, വേദങ്ങളുമായി ഒക്കെ ബന്ധിപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് അത് മതമാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് ആ ഹിന്ദുമതത്തെ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSനെതിരായി അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വളരെ മോശം നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ ചെറുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഭാരത് മാതാ ക്ഷേത്രം അത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. 1936 ഒക്ടോബർ 25 വാരണാസിയിലാണ്. വാരണാസിയിലെ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് ക്യാമ്പസിൽ ഭാരത് മാതാ ക്ഷേത്രം അത് നിലനിൽക്കുന്നു. ഹരിദ്വാറിലുണ്ട്, ഉദയ്പൂരിലുണ്ട്, തൂത്തുക്കുടിയിലുണ്ട്. അവിടെയൊക്കെ ഭാരത് മാതാ ക്ഷേത്രം വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയുടെ ഒരു പ്രതീകമായി തന്നെയാണ് മാഡം അത് വരുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഇവിടെ ഉയർന്നിട്ടുണ്ട്. അത് RSS അല്ല ആദ്യം വിളിച്ചു തുടങ്ങുന്നത്, അത് രാജ്യം വിളിച്ചതാണ്. ഭാരത മാതാവാണ് നമ്മുടെ ഒരേ ഒരു ദൈവം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ RSS ആണെന്ന് ഇങ്ങനെയാണെങ്കിൽ സ്ഥാപിക്കുമല്ലോ. നിങ്ങൾ ഭാരതാംബ എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദനോട് ചേർന്ന് നിൽക്കാൻ ഭാരതാംബയുടെ കയ്യിൽ ഭഗവത് ധ്വജം
രാഷ്ട്രമാണെന്ന് സ്ഥാപിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ആൾക്കൂട്ടം ഉണ്ടായെന്ന് വരും. പക്ഷേ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീകമാണ്. ഭാരതമാതാവിന്റെ കയ്യിൽ കാണുന്ന മാഡം സൂചിപ്പിച്ച ഭഗവദ്ധ്വജം എന്ന് പറഞ്ഞത് അത് കാവി ഓറഞ്ച് നിറത്തിലാണ്, ദീർഘ ത്രികോണാകൃതിയിലുള്ള കൊടിയാണ്. ആ കൊടി പുരാതന കാലം മുതൽ ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക രാജപാരമ്പര്യത്തിന്റെ ചിഹ്നമായി ഉപയോഗിക്കുന്നതാണ്. രാജകാലം മുതലുള്ളത് എടുത്തു നോക്കിക്കോളൂ, അന്നും ഈ കൊടി തന്നെയാണ്. RSS രൂപീകരിച്ചിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപും ഈ കൊടിയുണ്ട്. അന്ന് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപും ഈ കൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെയും ഒക്കെ ഇതേ കൊടി തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്നനാടിനും പകരം സ്വർഗം തരുമെന്ന് പറഞ്ഞാലും അത് ഉപേക്ഷിക്കുക. അതാണ് അഭിമാനിയായ ഒരു ഭാരതീയൻ ചെയ്യേണ്ടത്. അപ്പോൾ ഭാരതത്തിന്റെ പ്രതീകമായ ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രത്തെ അതിനു മുൻപിൽ ഒരു പുഷ്പം ഇട്ടതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനയോടുള്ള നിങ്ങളുടെ കൂറ് പൊട്ടിത്തകരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഒരു ഭരണഘടനാ ലംഘനവുമില്ല. ഭാരതാംബനെ വരച്ചതാരാന്ന് നിങ്ങൾ പറയോ? എന്താ ഭാരതാംബനെ വരച്ചതാരായിരുന്നു? ഏത് ഭാരതാംബ? ഇപ്പം അങ്ങനെ 2 ഭാരതാംബയുണ്ടോ? ഒരു ഭാരതാംബ എന്ന കണക്കിലോ? അല്ല, താങ്കൾക്ക് ഒന്നാമത്തെ പ്രശ്നം ഭാരതാംബയെ വരച്ചത് ആരാണെന്ന് പറഞ്ഞേ? ഭാരതാംബയെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ വരച്ച ഭാരതാംബയുടെ ചിത്രം അമ്പും വില്ലും ഗ്രന്ഥവും ധരിച്ച സിംഹവാഹന പരിവൃതയായി ബംഗാളി ശൈലിയിൽ അപനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതാംബയുണ്ട്. അതാണ് മൂലചിത്രം. അതിൽ നിന്ന് വന്നിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ രാജ്ഭവനിൽ വെച്ച ഭാരതമാതാവ് എല്ലാ തർക്കത്തിന് ആധാരം ഭഗവദ്ധ്വജമേന്തിയ, ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ കൊടിയേന്തിയ ഭാരതമാതാവിനെ സ്ഥാപിക്കാതെ അവിടെ ഭഗവദ്ധ്വജമുള്ള ഭാരതമാതാവിനെ വന്ദിക്കാൻ എല്ലാവരും വന്നുകൊള്ളണമെന്ന നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിനെയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്തത്. ഇനി ഞങ്ങൾ ഭരിക്കുന്നു, ഞങ്ങളുടെ അധികാരം ഞങ്ങൾ തോന്നിയത് ചെയ്യുമെന്നുള്ള ധാർഷ്ട്യമുള്ള രാജ്യം 11 വർഷമായി കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ച കാണുകയും ചെയ്യും. അതിൻ്റെയാണ് ഈ ഉറച്ചു കേട്ട ശബ്ദം. ഇതിൻ്റെ അഭിപ്രായം പറയാം. ഭരണഘടനാ ലംഘനമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. പരിസ്ഥിതി ദിനത്തിൽ മന്ത്രി പി പ്രസാദ് ആണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത്. അതിൽ കൃത്യമായും കൃഷി വകുപ്പ് നൽകുന്ന വിശദീകരണം ഇതാണ്. ആദ്യം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ നൽകുന്ന വിശദീകരണം ദേശീയഗാനം ആദ്യം, അതിനുശേഷം പ്രാർത്ഥന, അതിനുശേഷം ഉദ്ഘാടനം എന്നാണ് അറിയിച്ചിരുന്നത്. അതിനുശേഷം രാത്രി ആ പരിപാടി മാറ്റിക്കൊണ്ടുള്ള അറിയിപ്പ് വരികയാണ്. അതിൽ ദേശീയ ഗാനം, ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന, വിളക്ക് തെളിക്കൽ എന്നിവയായിട്ട് വരുന്നു. അപ്പോൾ മന്ത്രിക്ക് സംശയം തോന്നി, ഇതെന്താണ് ഭാരതാംബ, ആ ചിത്രം ഒന്ന് അയക്കാമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് രാജ്ഭവൻ ആ ചിത്രം അയച്ചു കൊടുക്കുമ്പോഴാണ് അത് ഭഗവദ്ധ്വജമേതിയ ഭാരതമാതാവിൻ്റെ ചിത്രമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പരിപാടി അങ്ങനെ പങ്കെടുക്കാൻ പറ്റില്ല, ആ ചടങ്ങ് മാറ്റണമെന്ന് പറയുന്നു. അപ്പോൾ രാജ്ഭവൻ പറയുന്നു ഇങ്ങനെയേ ചടങ്ങ് നടത്തൂ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളില്ല എന്ന നിലപാടെടുക്കുന്നു. ഇതാണ് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയത്. അതിൽ കൃത്യമായും ഭരണഘടനാ ലംഘനമുണ്ട്. രാജ്ഭവൻ എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനമാണ്. ഏതെങ്കിലും മതചിഹ്നങ്ങളോ RSS പോലുള്ള സംവിധാനങ്ങളുടെ ചിഹ്നങ്ങളോ ഉപയോഗിക്കാനുള്ള സ്ഥലമല്ല. ഗവർണർ RSSകാരനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഇപ്പോൾ RSSുമായി ബന്ധമുള്ള ആളുകളെ തന്നെയാണ് ഗവർണർമാരായി നിയോഗിക്കുന്നത്. അപ്പോൾ RSSന്റെ ആശയങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്ന് തന്നെ ആണ് ലക്ഷ്യം. ഇപ്പോൾ നേരത്തെ സുജിയ പറഞ്ഞ പോലെ രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് പരസ്യമാക്കുകയും ഔദ്യോഗികമാക്കുകയും അതൊരാശയമായി സ്വാഭാവികതയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്നലെ കൃത്യമായും തന്നെ രാജ്ഭവനിൽ നിന്നും ഗവർണർ പറഞ്ഞ വാചകങ്ങളും നമ്മൾ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഹെഡ്ലൈനായിട്ടും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മന്ത്രിമാരുടെ ഈ മാറി നിൽക്കൽ എന്തിനെന്ന് മനസ്സിലാകുന്നില്ല, ഈ നടപടി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, RSSന്റെ ആശയങ്ങളിൽ വളർന്ന അദ്ദേഹം RSS ആശയങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ഗവർണർക്ക് അങ്ങനെ പ്രവർത്തിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എത്രത്തോളം വലിയ സംഘർഷത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സംഘർഷം ഏത് തരത്തിൽ വരെ എത്തി, അത് തെരുവ് യുദ്ധത്തിലേക്ക് വരെ എത്തി എന്നതും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ പോലെ ഗവർണർ തെരുവിൽ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ആർലേക്കറുടെ രീതി. ആർലേക്കറുടെ RSSൻ്റെതായ സംവിധാന രീതി, RSS നേതാവ് എന്ന നിലയ്ക്കുള്ള വളരെ നിശബ്ദമായി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി എത്തിയിരുന്നു. ഈ രാജ്ഭവനിലെത്തി അദ്ദേഹം പ്രസംഗം നടത്തുകയാണ്.
മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിനെയും VP സിംഗിനെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ്. ആ ഘട്ടത്തിൽ CPM പ്രതികരിക്കാൻ ഒരുപാട് വൈകിയിരുന്നു. അന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു, CPI പ്രതികരിച്ചു. CPM വളരെ പതുക്കെയാണ് പ്രതികരിച്ചത്. ഒരുപക്ഷെ ആദ്യമുള്ള ഗവർണറുമായുള്ള യുദ്ധം അത് സംസ്ഥാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഔദാര്യമാണല്ലോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഔദാര്യം. ആ ഔദാര്യങ്ങളുടെ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വഴിപ്പെട്ടു പോവുക അല്ലെങ്കിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കുക എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളൊരു ഒരു പരാതി എനിക്കുണ്ട്. അതിൽ അല്ല മാഡം, അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല ഒരേ സമയം RSSനും പിണറായിക്ക് സംസാരിക്കേണ്ട. ഞാൻ വസ്തുത പറഞ്ഞുകൊണ്ട് പറയണ്ട. ഞാൻ സുജിയുടെ അഭിപ്രായത്തെ കുറിച്ചല്ല പറഞ്ഞ, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. തെറ്റുണ്ട് ഞാൻ പറയട്ടെ. അല്ല സുജി ഞാൻ CPM-നെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അല്ലല്ല അയ്യോ CPM-ന് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ RSS-കാർ വരണ്ട. സർക്കാരാണ് എന്റെ സംസ്ഥാനമാണ്, എന്റെ സർക്കാരാണിത്. ആ സർക്കാരിനെ കുറിച്ച് തെറ്റ് പറയുമ്പോൾ അതിനെ എതിർക്കാൻ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. ഇവിടെ CPM-നും BJP-ക്കും വേണ്ടി ഒരേ നാവാവണ്ട. ഞാൻ CPM-നും BJP-ക്കും വേണ്ടി ഒരേ നാവാവണ്ട. ഞാൻ ഇറങ്ങി സംസാരിച്ചോ. ഞാൻ ഇറങ്ങി പോവാന്നല്ലേ തന്നെ സംസാരിക്കട്ടെ. അല്ല ഇത് എന്തൊരു പിണറായി വിജയനും വേണ്ടിയിട്ടും ആർലക്കറിന് വേണ്ടിക്കും ഒരേ നാവിൽ നിന്ന് എനിക്ക് പറയണേ. കോൺഗ്രസിന് വേണ്ടി മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ഞാൻ സംസാരിച്ച് തീർന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കും കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. തുടങ്ങുമ്പോഴേക്കും കിടന്ന് ചാടണ്ട. ഞാൻ പറയട്ടെ. അതാണ് നേരത്തെ ഞാൻ ഒരു മിനിറ്റ് ഭാരത മാതാവുമായി ബന്ധപ്പെട്ട് തർക്കമില്ല എന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ. പിണറായി വിജയൻ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നാണ്. ആ പരിപാടിയിൽ V ശിവൻകുട്ടിയും പങ്കെടുത്തിട്ടില്ല, P പ്രസാദിന് പിന്നാലെ അവർ മാറി നിന്നു. പക്ഷേ പ്രതികരണം വന്നത് എപ്പോഴാണ്? നമ്മൾ രാവിലെ ഈ വാർത്ത പുറത്തുവിടുന്ന ഘട്ടത്തിൽ ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബിനോയ് വിശ്വം നമ്മളോട് ടെലിയിൽ പ്രതികരിക്കുന്നത്. അതിശക്തമായ പ്രതികരണമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് P പ്രസാദ് പുറത്ത് തൈ നടുന്നത്. ആ പ്രതികരണം വന്ന ഘട്ടത്തിൽ ഒന്നും CPM പ്രതികരിച്ചിട്ടില്ല. പിന്നീട് നടത്തുന്ന പ്രതികരണം ശക്തമാണ്. അതിൽ MV ഗോവിന്ദൻ പ്രതികരിക്കുന്നു. MV ഗോവിന്ദൻ പറഞ്ഞ് ആരുടെ ഭാരതമാതാവ്, ഏത് ഭാരതമാതാവ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് MV ഗോവിന്ദൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളായി വന്നിട്ടില്ല പ്രതികരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് അവർ ഞാൻ പറയുന്നത് കൃഷി ഈ പറഞ്ഞ രാജ്ഭവനിൽ നടക്കുന്ന പ്രശ്നം കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് അദ്ദേഹം പ്രതികരിച്ചു. അതിന്റെ റിയാക്ഷൻസ് പുറത്തു വരുന്ന സമയത്ത് CPM പ്രതികരിച്ചിട്ടില്ല. ഇല്ല അപ്പോഴല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനുള്ള വേഗം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. CPM പ്രതികരിച്ച് പിന്നീടാണ് ആ പ്രതികരണം ശക്തമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമായിരുന്നു? രാജ്ഭവനോട് എതിർപ്പറിയിക്കണമായിരുന്നു. ഞങ്ങളുടെ പ്രതിഷേധം അവിടെ അറിയിക്കണമായിരുന്നു. പുറത്ത് പ്രതികരിക്കുന്നതല്ല പറഞ്ഞത്. രാജ്ഭവനോട് പ്രതിഷേധം അറിയിക്കുക. അങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടില്ല. ഇവിടെ ഗുരുമൂർത്തിയുടെ പ്രസംഗത്തിന്റെ സമയത്തും മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടില്ല. അതിന്റെ കാരണം പ്രായോഗിക രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നത്. അതൊരു ഗതികെട്ട അവസ്ഥയാണ്. കാരണം ഇവിടെ കേന്ദ്ര സർക്കാർ ആ രൂപത്തിൽ പിടിമുറുക്കുകയാണ്. ഈ സമയത്ത് അവസാന വർഷം ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയം CPM ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ CPM-ന് അവസാന പഠനം എന്റെ വർത്തമാനത്തിൽ ആരും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ കാര്യങ്ങൾ ഓശാന പാടുന്നതെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിന് ഓശാന പറഞ്ഞോളൂ. ഞാൻ ഇവിടെ കോൺഗ്രസിനെ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരോപിക്കുമ്പോൾ തിരിച്ചു പറഞ്ഞ വാചകത്തെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ കാര്യത്തിലും പാടുന്നുവെന്നല്ല. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടാണ് സെക്രട്ടറിയിലേക്ക് പരിപാടി മാറ്റിയതെന്നുള്ളത് വ്യക്തമായിരിക്കെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ സുജിയ, എന്തിനാണ് ഇപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ വസ്തുതയാണ് വസ്തുത ഞാൻ പറയുന്നില്ല എന്നാണ്. ഞാനും എന്റെ വസ്തുതയാണ് പറയുന്നത്. സുജിയ പറയുന്ന മാത്രം വസ്തുത, ഞാൻ പറയുന്ന വസ്തുതയില്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആവശ്യമില്ല. ജനത്തിനറിയാം എന്താണ് ധരിക്കേണ്ടത്. ഇതിനകത്ത് തർക്കമുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരുടെ ആശയം രണ്ടാണ്. അപ്പൊ രണ്ട് തർക്കം ഉണ്ടാവും. അതിനകത്ത് നമ്മൾ അടികൂടിയിട്ട് കാര്യമില്ലല്ലോ. അല്ല ഓശാനല്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ കഫി ആരാധിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഞാൻ മിണ്ടിയില്ലല്ലോ. ഒരു മിനിറ്റ്. ഈ പറഞ്ഞ നേരത്തെയുള്ള ചരിത്രമൊക്കെ ശരിയാണ്. ഇവിടെ ഭാരതമാതാവ് എന്ന സങ്കല്പം ഇവിടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, എഴുത്തിലുണ്ടായിട്ടുണ്ട്, ചിത്രങ്ങളിലുണ്ടായിട്ടുണ്ട്. ശരിയാണ്. 1873 ആദ്യം സുജയ പറഞ്ഞു കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാത എന്ന നാടകം. ഇതിനുശേഷം 70-ൽ ബംഗാളിൽ പശ്ചാത്തലത്തിൽ നാടകം അവതരിപ്പിച്ച കാര്യം ശരിയാണ്. ഇതൊക്കെ തന്നെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരമായിട്ടാണ് ഈ കാര്യം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം വരുന്നതും വന്ദേ മാതരം എന്ന ദേശീയഗാനം വരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാരതമാതാവ് എന്ന ആശയം
ഇന്ത്യയുടെ കൊടിയുമായി ചേർത്ത് തന്നെയാണ് അവതരിപ്പിച്ചത്. അതിനു മുമ്പ് ഒരു പെയിൻറ്റിങ്, ഭാരത് മാത എന്ന ആശയത്തിൻ്റെ പെയിൻറ്റിങ്, അതിൽ കാവ്യവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞു. കാവ്യവസ്ത്രം എന്നുള്ള സന്യാസത്തിൻ്റെ വേഷമാണ്. ഇവിടെ കാവ്യവസ്ത്രത്തെ ഏറ്റെടുത്ത് കാവ്യവസ്ത്രത്തെ സ്വന്തമാക്കിയിരിക്കുന്നു RSS എന്നുള്ള. കാവ്യ എന്നുള്ളത് അവരുടെ കൊടിയുടെ ചിത്രമായി മാറുകയും ഈ സന്യാസികളെ ഇവിടെ ഈ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടുത്തെ ഓരോ സന്യാസിമാരെയും വിവേകാനന്ദ സ്വാമിയെയും ഞങ്ങളുടേതാണെന്ന രൂപത്തിൽ പിന്നീട് BJP അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങളുടേതാണെന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമരത്തിൽ ഒരു പങ്കുമില്ലാതിരുന്ന ആളുകളാണ് എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. ഇനി ഈ പറഞ്ഞ ഈ കാവ്യവസ്ത്രം ധരിച്ച 4 കൈകളുണ്ടായിരുന്ന സ്ത്രീ, ഒരു കയ്യിൽ പുസ്തകം, മറ്റൊന്നിൽ നെല്ല്, ഒന്നിൽ വെളുത്ത തുണിക്കഷ്ണം, ഒരു കയ്യിൽ രുദ്രാക്ഷമാല. ഇത് മാതൃരാജ്യം, അറിവ്, ആത്മീയത, ഭക്ഷണം, വസ്ത്രം എന്നിവ കുട്ടികൾക്ക് നൽകാൻ ബാധ്യസ്ഥയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ചിത്രം. പിന്നെ ഈ പറഞ്ഞ കാര്യം മഹാത്മാഗാന്ധി ദേശീയ പതാകയുണ്ടോ? ദേശീയ പതാക പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോൾ പറഞ്ഞില്ല, ഞാൻ എത്തുന്നേ ഉള്ളൂ, ഒരു മിനിറ്റ്. അടുത്തത് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത്, ശരിയാണ്, 1936 ശിവപ്രസാദ് ഗുപ്ത ഭാരത് മാതാ ക്ഷേത്രം വാരണാസിയിൽ സ്ഥാപിച്ചപ്പോൾ മഹാത്മാഗാന്ധി അത് ഉദ്ഘാടനം ചെയ്തു. ഈ ക്ഷേത്രത്തിൽ വിഗ്രഹാരാധനയ്ക്ക് പകരം ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മാർബിൾ സ്തൂപം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ജാതി മതഭേദമന്യേ ഏവർക്കും അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നു. അണ്ടർലൈൻ. ഓക്കെ, ഇപ്പോൾ ഈ ഭാരതമാതയുടെ കൈകളിൽ കാവി കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇവിടുത്തെ ഹിന്ദുത്വവാദികളാണ്. ദേശീയതയെ ഹിന്ദുത്വവുമായി കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ആശയം പ്രചരിപ്പിച്ച RSS. ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇവിടെ നമ്മുടെ ഒരു കൊടി ഉണ്ടായപ്പോൾ, നമ്മുടെ ദേശീയ പതാക ഉണ്ടായപ്പോൾ, ആ പതാക അംഗീകരിക്കാതെ ഭഗവദ്വജത്തെ പതാകയാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ലേഖനം RSS ഓർഗനൈസർ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ ചരിത്രം പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ലോ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കില്ലാതിരുന്ന നേതാക്കൾ, ഇവിടുത്തെ സമരത്തിൽ പങ്കാളികളായിരുന്ന പല നേതാക്കളെയും ഞങ്ങളുടേതാണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചും പല കാലത്തും കണ്ടതാണ്. ഈ ഭഗവദ്വജത്തെക്കുറിച്ച് പറയുമ്പോൾ പൊള്ളുന്നു എന്ന് പറയുന്നവർ ഈ ഭഗവദ്വജം ഉയർത്തിയിട്ടാണ് ബാബ്രി മസ്ജിദിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യവും സ്മരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവദ്വജത്തെ, RSS ആശയത്തെ എങ്ങനെയാണ് ഇവിടെ ഒരു രാജ്ഭവന്റെ അകത്ത് ഒരു ചിഹ്നമായി കൊണ്ടുവയ്ക്കുക? എന്തുകൊണ്ട് രാജ്ഭവനിൽ ഒരു ഭാരതമാതാവിൻ്റെ കയ്യിൽ ഇന്ത്യൻ പതാകയുണ്ടായില്ല? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചത്, പ്രതിപക്ഷവും ചോദിച്ചു, ഭരണപക്ഷവും ചോദിച്ചു. ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് പോരാട്ടത്തിന് ഇത്രയേ വീര്യമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന നയമാണ് കേന്ദ്രത്തിൻ്റെത്. ഇനി രാഷ്ട്രപതിക്ക് കത്തയച്ചാൽ അങ്ങോട്ട് രാഷ്ട്രപതി ഉടനെ അങ്ങോട്ട് അർലക്കരെ തിരിച്ചു വിളിക്കുമെന്ന മൂഢസ്വർഗത്തിലല്ല CPI അങ്ങനെ ഒരു പരാതി കൊടുത്തത്. അതൊരു മെസ്സേജാണ്. ഞങ്ങളുടെ എതിർപ്പ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഈ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി അറിയിക്കുകയാണ് CPI ചെയ്തിരിക്കുന്നത്. അപ്പോൾ അർലക്കരെ തിരിച്ചു വിളിക്കണം എന്ന ആവശ്യം അവിടെ പറയുന്നു. ആർലക്കരെ തിരിച്ചു വിളിക്കുന്നില്ല, നമുക്കറിയാം. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട, ഞാൻ അതല്ല ഇത്ര നേരം പറഞ്ഞത്, പ്രായോഗിക രാഷ്ട്രീയത്തിൽ ബുദ്ധിമുട്ടുകയാണ്. മനസ്സിലായില്ലേ? പല ഘട്ടങ്ങളിൽ ആർലേക്കർ ഇങ്ങനെയൊന്നും ആകില്ല, അതായത് ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതി ആകില്ല എന്ന പ്രതീക്ഷ തുടക്കം മുതൽ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരുന്നു. ആർലേക്കറെ പോയി കണ്ടിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. 4 തവണയെങ്കിലും അദ്ദേഹം രാജ്ഭവനിൽ കയറിയിട്ടുണ്ട്. തിരിച്ച് മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിവസത്തിൽ പദവി വിട്ടുക ഗവർണർ മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഭരിക്കുമ്പോൾ ഊഷ്മളമായ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന പ്രായോഗിക രാഷ്ട്രീയം അവിടെ മുന്നോട്ട് വെച്ചു. പക്ഷേ RSS ആശയങ്ങൾ ഇവിടെ ശക്തമായി കൊണ്ടുവരുമ്പോൾ ഇവിടെ CPM എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള എന്താണ്? RSS ആശയങ്ങളെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന CPM ആണ്, അല്ലേ? പല ഘട്ടങ്ങളിലും CPM-ൽ നിന്നും മൗനമുണ്ടായിട്ടുണ്ട്. പല സമയത്തും പ്രതികരണം നിശബ്ദതയായിട്ടുണ്ട്. അതിന്മേൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എവിടെയെന്ന ചോദ്യം ഉയർന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനെ കാണുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരും. ഇത്രയേ പ്രതിഷേധം ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഇതൊരു തുടർച്ചയാകുന്നു. ഈ ആശയം ഔദ്യോഗികമായി അവതരിപ്പിക്കാൻ, അല്ലെ RSS ആശയം എന്നുള്ളത് ഔദ്യോഗിക ആശയമാണ് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ സ്വാഭാവികതയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവദ്വജം എന്തായാലും രാജ്യത്തിൻ്റെ ചിഹ്നമല്ല, RSSന്റെ മാത്രം ചിഹ്നമാണ്. മാത്രമല്ല, നോക്കൂ, 2002 ആദ്യമായിട്ട് RSS കാര്യാലയത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത്, അറിയാമോ? അതുവരെയും ഇന്ത്യൻ പതാകയെ ഉയർത്താൻ അവർ തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ പതാകയെ അംഗീകരിക്കാത്തവരായിരുന്നു. ഇന്ത്യൻ പതാക വേണ്ട, ഭഗവദ്വജം മതി എന്ന് പറഞ്ഞവരായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പതാകയെ അംഗീകരിച്ചുകൊണ്ട് 2002 ആദ്യമായി RSS കാര്യത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നു. ഇപ്പോൾ 100 വർഷമൊക്കെ കഴിയുകയാണല്ലോ. അപ്പോൾ RSSനെ രാഷ്ട്രത്തിൻ്റെ പാർട്ടിയായി, രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ആശയവും ഈ തരത്തിൽ കാവിയിൽ ഒതുക്കുന്നതായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ ഉയർന്നതും ഇവിടേക്ക് വന്നു ചേർന്നതും എല്ലാം ചേർന്നിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വമാണ്. അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഞങ്ങൾ ഭൂരിപക്ഷം, ഞങ്ങൾ തീരുമാനിക്കും. ആ സ്വരമാണ് ശക്തമായി കേൾക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിച്ചാൽ മതി. ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, ബുദ്ധമതമുണ്ട്, സിഖുകാരുണ്ട്, എല്ലാ മതങ്ങളുണ്ട്. മറ്റേതെങ്കിലും മതചിഹ്നങ്ങളാണ് ആ രാജ്ഭവനിൽ വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
അതിനോട് എങ്ങനെ പ്രതികരിക്കും? അങ്ങനെ രാജ്ഭവനിലേക്ക് മറ്റാരും എത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. ഞങ്ങളാണല്ലോ ഭരിക്കുന്നത്, ഞങ്ങൾക്കാണല്ലോ ഭൂരിപക്ഷം. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ നിലപാടുകൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കുന്നതാണ് ജനാധിപത്യം എന്ന ഒരു പുതിയ രീതി, ഒരു പുതിയ തത്വം കൊണ്ടുവരികയാണ്. ജനാധിപത്യമല്ല ഇവിടെ നടക്കുന്നത്, ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും നടന്നിരിക്കുന്നത്. അവിടെ ഉയരുന്ന ഓരോ പ്രതിഷേധവും പ്രധാനമാണ്. അതിനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഭരണഘടനാ ലംഘനമോ എന്നാണ് ചോദ്യം. ശ്രീ ആന്റോ. ഞാൻ എന്തായാലും ഈ ഭാരതാംബേനെ ഇപ്പം നിയമസഭ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബേനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് കാര്യമായിട്ട് തന്നെ പറയാമല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. അവിടെ ഭരിക്കുന്നത് ഭരണഘടനയുടെ കീഴിലാണ്. അല്ലാതെ തോന്നുന്നവർക്ക് തോന്നുന്ന ഭാഷയിൽ തോന്നുന്ന സ്റ്റൈലിൽ ഒരു പടം കൊണ്ടുവച്ചിട്ട് ഇതിനെ പൂജിച്ചോളാൻ പറഞ്ഞാൽ അത് ഈ അംഗീകരിക്കേണ്ട ഗതികേടൊന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ RSSൻ്റെ കാവിക്കൊടി കയ്യിൽ പിടിച്ചിട്ട് സിംഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഭാരതാംബേനെ വെച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴത്തെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ രാജ്യം എന്ന് പറയുന്നതെന്നറിയോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടി ചേർന്നതാണ്. ഞാൻ നാളെ രാവിലെ പറയുകയാണ് എനിക്കൊരു കുരിശിൻ്റെ അടയാളമുള്ള ഒരു ഭാരതാംബേനെ തരുന്ന പറഞ്ഞാൽ നിങ്ങൾ തരുമോ? RSSകാർ സമ്മതിക്കുമോ? നാളെ രാവിലെ പിണറായി വിജയൻ അവിടെ അവരുടെ കേരളത്തിൻ്റെ ചിഹ്നവും ഇന്ത്യയുടെ ചിഹ്നമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നാളെ ഒരു അരിവാളും ചുറ്റികയും നക്ഷത്രം എല്ലാം കൂടി വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതൊന്നും പറയില്ലല്ലോ. RSSന് പൂജിക്കണേ RSS പൂജിച്ചോന്നേ. ആരാ RSSനോട് പൂജിക്കേണ്ടതെന്ന് പറയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം ഇഷ്ടംപോലെ അവരുടേതായ കൊടികളും അവരുടേതായ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ യൂസ് ചെയ്തോ, പക്ഷേ അത് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് ഗവർണറുടെ സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്ഭവൻ എന്ന് പറയുന്നത് RSSകാർ വീട്ടിൽ തീർത്തോണ്ടുന്ന സാധനമല്ല. ഇത് ജനങ്ങളുടെ പൈസ എടുത്ത് ജനങ്ങൾ ഉണ്ടാക്കിയ സാധനം, നമ്മുടെ പൈസയാണ്, ഇവിടുത്തെ ഓരോരുത്തരുടെയും പൈസയാണ്. ഈ പറഞ്ഞ രാജ്ഭവൻ നടത്തിക്കൊണ്ട് പോകാൻ കൊടുക്കുന്ന പൈസയില്ലേ, അത് ഞങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനി, ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം പൈസ കൊടുക്കുന്ന പണം കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പരിപാടി നടത്തുന്ന പണം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. അതാരല്ല, അത് ഈ പറയുന്ന RSSകാരെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കേണ്ട, ഇതൊന്നും RSS നികുതി കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഭരണഘടന അതുകൊണ്ട് RSSകാർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കേണ്ട കാര്യം. അതുകൊണ്ട് RSSകാർ പറയുന്ന കാര്യം ഞങ്ങൾ കേൾക്കേണ്ട കാര്യം. പൗരന്മാരിൽ RSS ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ നികുതി കൊടുക്കുന്ന ഈ പറയുന്ന രാജ്ഭവനുണ്ടല്ലോ, എന്റെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവനുണ്ടല്ലോ, രാഷ്ട്രീയക്കാരുടെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവനിൽ ഞാൻ പറയുന്ന ബിംബം കൂടെ നിങ്ങൾ വെക്കുവോ? നിങ്ങൾക്ക് തോന്നുന്ന ബിംബം വെക്കാൻ പറ്റില്ല. അതിനാണ് ഇവിടെ ഭരണഘടനയുള്ളത്, അതിനാണ് നിയമമുള്ളത്, അതിനാണ് ഭരണഘടനയിൽ പറയാത്ത, ഇന്ത്യൻ നിയമത്തിൽ പറയാത്ത ഒരു ധ്വജത്തെയും ഒരു ഭാരതാംബേനെ അംഗീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയട്ടെ. നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കൈയടക്കുക, അന്നേരം ആലോചിക്കാം. ഇപ്പം അതിനൊക്കെ ഇപ്പം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാ, ഇപ്പം കേരളം ഭരിക്കുന്ന പിണറായി വിജയനാ, ഇപ്പം കേരളം ഭരിക്കുന്ന CPI ആ. അവർ പറയുന്ന കാര്യങ്ങൾ അവരിറങ്ങിപ്പോന്നല്ലോ. എന്തേ അവർക്ക് ഈ പറയുന്ന ഗവർണർക്ക് ഈ കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല? കേരള സർക്കാർ തീരുമാനിച്ച പരിപാടി രാജ്ഭവനിൽ നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് സംവിധാനങ്ങൾ വേറെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ കിട്ടാതെ പോയത്? ഗവർണർക്ക് വേറൊരു ഗവർണറെ വെച്ച് നടത്തേണ്ടി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മന്ത്രിയെ കിട്ടാതെ പോയത്? കേരളത്തിൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കിട്ടാതെ പോയത്? ഏതാ? രാജേന്ദ്ര വിശ്വനാഥ് പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറഞ്ഞ ഗവർണർ RSSന്റെ പ്രതിനിധിയായി രാജ്ഭവനിൽ പരിപാടി നടത്തിയാൽ അതൊന്നും സമ്മതിക്കേണ്ട ഗതികേട് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല. ആ സമയത്ത് അതൊരു നിങ്ങൾ എടുത്തു വെക്കുന്ന ഭഗവത് ധ്വജത്തെയൊക്കെ പൂജിച്ചു കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് വേറെ ആളെ നോക്കണം. വിളക്ക് കൊളുത്താൻ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ RSSന്റെ ഓഫീസിൽ കൊണ്ടുപോകണം. 2001 വരെ ഇല്ലാത്ത 2002 വരെ ഇല്ലാത്ത ഈ പറയുന്ന ദേശീയ പതാക അതുപോലെ തന്നെ പാർട്ടി ആസ്ഥാനങ്ങളിലൊക്കെ ഉയർത്തി തുടങ്ങിയത്
അല്ല. സ്ഥിരമായിട്ട് പതാക വെക്കുന്ന മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ. 2002 എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പതാക വെക്കാനുള്ള തീരുമാനം 1905 ഈ പറഞ്ഞ ടാഗോർ വരച്ച ഭാരതാംബേനെ നിങ്ങൾക്ക് എന്തേ അംഗീകരിക്കാൻ പറ്റാത്ത? നിങ്ങൾക്ക് അങ്ങനെ ഭാരതാംബേനോട് സ്നേഹമാണെങ്കിൽ അത് അംഗീകരിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്കൊരു ഇന്ത്യൻ പതാക അംഗീകരിക്കുന്നില്ല. അല്ല, കാവിക്കൊടി പിടിച്ച ഒരു ഭാരതാംബേനെ ഉണ്ടാക്കിയിട്ട് ഇവരെ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഈ ഭഗവത്ഗീത അംഗീകരിക്കുന്നവരല്ലേ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ കോട്ട അച്ചാരമൊന്നും നിങ്ങൾ എടുക്കണ്ട. ഇന്ത്യയിലെ ഹിന്ദുക്കളും ഈ രാജ്യത്തിന്റെ സംസ്കാരമല്ല. നിങ്ങൾ ഒരു മിനിറ്റ്, അല്ലാതെ അല്ല, നിങ്ങളുടെ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും കച്ചവടം നിങ്ങൾ എടുക്കണ്ട. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ RSS ഓഫീസിൽ കൊണ്ടുവച്ചോളൂ. അല്ലാതെ ഇതിനെ പൂജിക്കാനും ഇതിന് പുഷ്പാർച്ചന നടത്താനും നമ്മളെ നേരെ പക്ഷേ ഇവിടെ നോക്കൂ, രാജ്ഭവനിൽ ആ തരത്തിൽ കൊണ്ടുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർ ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് തെളിയുന്നത്. ഒരു മതചിഹ്നമോ ഈ തരത്തിലുള്ള ചിഹ്നങ്ങളോ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമല്ല. അവിടെ എന്തുകൊണ്ട് ദേശീയ പതാക വയ്ക്കാൻ പറ്റില്ല? ഒരു മിനിറ്റ് സുജിയ, പിണറായി വിജയൻ സർക്കാർ അത്രയ്ക്ക് വിവരമില്ലാത്ത സർക്കാരാണോ? പിണറായി വിജയൻ സർക്കാരിന് അറിയാം ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ. CPIയുടെ MP സ്വന്തം നിലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. സർക്കാർ എന്ന നിലയിൽ പറയാം ഗവർണറെ തിരിച്ചു വിളിക്കാൻ. ഇവിടുത്തെ ഓരോ പൗരനും, എനിക്കും സ്മൃതിക്കും സുജയ്ക്കും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജനങ്ങൾക്ക് മുഴുവൻ ഓരോ പൗരനും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാൻ അധികാരമുള്ള രാജ്യമാണ് ഇന്ത്യ. സർക്കാർ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? മാഡം, ഞാൻ അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത്. ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നല്ലേ? സന്തോഷ് കുമാർ MP വ്യക്തിപരമായിട്ടാണ് കേരളം ഞാൻ പറയാം സാർ, ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നുള്ള ആവശ്യം സർക്കാരാണ്. എന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാണല്ലോ. മുഖ്യമന്ത്രി എന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയൻ ആയാലും എന്റെ മുഖ്യമന്ത്രി പറയാൻ എനിക്ക് ആർജവുമുണ്ട്. അല്ലാതെ പിണറായി വിജയനോട് അല്ല, പിണറായി വിജയനോട് എനിക്ക് കൊതിക്കറിയില്ല. നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഒരു പരാതി കൊടുക്കുന്നതോടെ രാജ്യസഭ ഗവർണറെ തിരിച്ചു വിളിക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. ഭരണഘടനയിൽ പറയാത്ത ഒരു ഭാരതാംബേനെ അംഗീകരിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, RSS മനസ്സിലാക്കിയാൽ മതി, ഗവർണർ മനസ്സിലാക്കിയാൽ മതി. അതൊരു പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയിട്ടൊന്നും ഒരു മന്ത്രി പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ആ വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചോളൂ സുജിയ. തീർച്ചയായും RSSഉം അല്ലെങ്കിൽ BJP കേന്ദ്ര സർക്കാർ ഇവിടെ ഗവർണർമാരെ ഉപയോഗിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് രാജ്യം കുറച്ചു കാലമായി കാണുന്നു. സുപ്രീം കോടതിയിൽ അത്രയും കേസുകളുണ്ട്. ഗവർണർമാരുടെ അധികാരത്തിൻ്റെ പരിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് വിധികളും വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനാ ലംഘനമാണ് രാജേന്ദ്ര ആർലേക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് രണ്ടുപേരുടെ അഭിപ്രായം, അല്ല എന്ന് സുജയ്. Meet the editors.